നമ്മുടെ കേരളത്തില് കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് ഇടതു വലത് കേന്ദ്രങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഉത്തരേന്ത്യൻ ജനതയ്ക്ക് വലിയ വിവരമൊന്നുമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. എന്നാൽ ഉത്തരേന്ത്യൻ ജനതയുടെ വിവേകം കൊണ്ടാണ് ഒരു കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. ആരാണ് പ്രബുദ്ധര് എന്ന് ഓരോ വ്യക്തികളും നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, നമ്മുടെ വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ മത്സരിച്ചു, വിജയിച്ചു. രണ്ടാം തവണയും മത്സരിച്ചിട്ടുണ്ട്. ഏകദേശം രാഹുൽ ഗാന്ധി തന്നെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷക്കാലം MP ആയിട്ട് എത്ര തവണ വന്നു എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നത് പോലും മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഹുൽ ഗാന്ധി വന്നതിനേക്കാൾ കൂടുതൽ ആന വന്നിട്ടുണ്ട് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയൊരു പ്രചരണവുമായിരുന്നു. ഇനി നമുക്ക് ഈ ഒരു പ്രബുദ്ധര് ആരാണ് എന്നുള്ള ചർച്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അമേഠി മണ്ഡലത്തിൽ നിന്ന് പരാജയപ്പെട്ട് അഭയം തേടിയാണ് നമ്മുടെ കേരളത്തിലെ വയനാട്ടിൽ എത്തിയിട്ടുള്ളത് എന്ന്. ആ അമേഠി മണ്ഡലത്തിൽ ഇന്ന് എന്താണ് അവസ്ഥ? കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയില്ലാതെ നെട്ടോട്ടമോടുകയാണ്. ഈ വരുന്ന 3-ാം തീയതിയോട് കൂടിയിട്ട് അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ഡേറ്റും കഴിയും. ഈ 3 ദിവസം ബാക്കി നിൽക്കുമ്പോൾ പോലും അവിടെ ഒരു സ്ഥാനാർത്ഥി ഇല്ല കോൺഗ്രസിന്. അതേസമയം എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമുക്കറിയാം, അവിടെ സ്മൃതി ഇറാനിയാണ് നിലവിൽ MP ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അവർ 2014 ഇലക്ഷൻ മത്സരിച്ച് റിസൾട്ട് വന്ന സമയത്ത് 1 ലക്ഷം വോട്ടിനാണ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്രത്യേകം ഓർക്കണം, അമേഠി മണ്ഡലം എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധി മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള കോൺഗ്രസിന്റെ പാരമ്പര്യമുള്ള, കോൺഗ്രസ് നിലനിർത്തി കൊണ്ടുപോകുന്ന കോൺഗ്രസിന്റെ കുത്തക മണ്ഡലമായിരുന്നു ഈ അമേഠി എന്ന് പറയുന്നത്. ഈ അമേഠിയിലാണ് 2014 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് സ്മൃതി ഇറാനി പരാജയപ്പെട്ടത്. പിന്നീട് 2014 മുതൽ 2019 വരെ സ്മൃതി ഇറാനി ഈ അമേഠിയിൽ വളരെ വലിയ പ്രചരണം തന്നെയായിരുന്നു നടത്തിയിരുന്നത്. നിരന്തരം അമേഠി മണ്ഡലത്തിൽ തന്നെ നിന്നുകൊണ്ട് വിളിച്ചു പറയൽ തുടങ്ങി. നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കണ്ടോ? രാഹുൽ ഗാന്ധി എവിടെയാണ്? രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഇവിടേക്ക് വരാത്തത്? അതേപോലെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങളിലേക്ക്, വെള്ളമില്ലാത്ത ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. റോഡ് പ്രശ്നമുള്ളിടത്ത് റോഡ് പ്രശ്നങ്ങളിലേക്ക് വരുന്നു. വീടില്ലാത്തവന്റെ അടുത്തേക്ക് വീടുകളൊക്കെ ആയിട്ട് വരുന്നു. അങ്ങനെ സാധാരണക്കാരന്റെ വിഷയങ്ങളിലേക്ക് നിരന്തരം ഇറങ്ങിച്ചെന്നുകൊണ്ട് നിരന്തരം വിളിച്ചു പറഞ്ഞു, രാഹുൽ ഗാന്ധി എവിടെ എന്ന്. ആ ചോദ്യം കൃത്യമായിട്ട് അമേഠിയിലെ ജനങ്ങള് മനസ്സിലാക്കിയിട്ട് 2019 ഇലക്ഷനിൽ സ്മൃതി ഇറാനിയെ വിജയിപ്പിക്കുന്നത് 1/2 ലക്ഷത്തിലധികം വോട്ടിനാണ് ഈ അമേഠിയിലെ ജനങ്ങള് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്, ആരാണ് യഥാർത്ഥത്തിൽ പ്രബുദ്ധര് എന്ന്. സ്വാഭാവികമായിട്ടും ഓരോ മണ്ഡലത്തിൽ ഓരോ ആളുകളോടൊക്കെ താല്പര്യമുണ്ടാവും എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു MP ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അവരെ കൈവിടുക എന്നുള്ളതൊരു ബോധമുള്ള ഒരു സാധാരണക്കാരൻ ചെയ്യേണ്ടതാണ്. അതാണ് അമേഠിയിൽ ചെയ്തത്. അതാണ് വയനാട്ടിൽ ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ വരും കാലത്തിൽ ഈ രാഹുൽ ഗാന്ധിക്കൊന്നും വയനാട്ടിലും പ്രത്യേകിച്ചൊരു സ്ഥാനം ഇല്ലാത്തൊരു അവസ്ഥയിലേക്കാവും എന്നുള്ളതൊക്കെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. അമേഠിയിൽ ഇന്ന് ആര് മത്സരിക്കണമെന്ന്, അതായത് അമേഠിയിൽ ഇനി ആര് മത്സരിച്ചാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം മറ്റൊന്നുമല്ല, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്ന സമയം മുതൽ രാഹുൽ ഗാന്ധിയെ സ്മൃതി ഇറാനി നിരന്തരം വെല്ലുവിളിക്കുക, ധൈര്യമുണ്ടോ അമേഠിയിൽ മത്സരിക്കാൻ എന്ന്. ഇതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാവും. ഇതിനെതിരെ ഒരു മറുപടി പോലും പറയാൻ രാഹുൽ ഗാന്ധിക്ക്
സാധിച്ചിട്ടുമില്ല. ഈ ഒരു പ്രതിപക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ത്രാണിയൊന്നും രാഹുൽ ഗാന്ധിക്കില്ല എന്നുള്ളതും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. രാജ്യത്തെ അതികരുത്തയായിട്ടുള്ള സ്മൃതി ഇറാനി അമേഠിയിൽ നിന്ന് വളരെ ഈസി വാക്ക് ഓവർ പോലെ അവിടുന്ന് വിജയിച്ചു വരുമെന്നുള്ളതൊക്കെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവർക്ക് മുന്നോട്ടും വളരെ വലിയ നിരാശ തന്നെയാണ് അമേഠി മണ്ഡലവുമായി ബന്ധപ്പെട്ടു വരിക എന്നുള്ളതും യാഥാർത്ഥ്യമാണ്.